ആദ്യം നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. കൊച്ചിയിൽ നിന്നും മധ്യകേരളത്തിൽ നിന്നും നിരവധി വാർത്തകൾ വരാനുണ്ടല്ലോ. കൊച്ചി മേയറെ തെരഞ്ഞെടുക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിനും KPCCക്കും പരാതി നൽകി. ഇതടക്കം കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്. അങ്ങനെ നിരവധി വാർത്തകൾ കൊച്ചിയിൽ നിന്ന് വരാനുണ്ടല്ലോ. ഇത് നമ്മുടെ ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടിയാണല്ലോ ഈ കൊച്ചി മേയറുമായി ബന്ധപ്പെട്ട വിവരം. അതെ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാപ്പി ക്രിസ്മസ്. മേയർ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഭിന്നത തന്നെയാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത. കാരണം KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കമാൻഡിനും ഒപ്പം തന്നെ KPCCക്കും പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ പ്രധാനമായും ചോദിക്കുന്നത് ഈ KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ഈ മേയർ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്നുള്ളതാണ് അവർ ആ ഒരു പരാതിയായിട്ട് പറയുന്നത്. കാരണം ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. ഏറ്റവും KPCCയുടെ ഒരു പ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കണം എന്നുള്ള സർക്കുലർ ഇവിടെ പാലിക്കപ്പെട്ടില്ല. ഒപ്പം തന്നെ ആളുകളുടെ അഭിപ്രായം ആരായുമ്പോൾ അതിനൊരു രഹസ്യ ബാലറ്റ് വേണമെന്നുള്ളതും പാലിച്ചില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ ഒരു നിരീക്ഷകനെ വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇതൊന്നും പാലിക്കാതെയാണ് കൊച്ചിയിലെ മേയർ തിരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് അതിലൊരു ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാതെ പറയുന്നത്. AI ഗ്രൂപ്പുകൾ ചേർന്ന് ദീപ്തി മേരി വർഗീസിനെ വെട്ടി എന്നുള്ളതാണ് ഈ ഒരു കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിൽ തന്നെ നിൽക്കുന്ന ഒരു പൊതുവികാരം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അവഗണന ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് നേരിട്ടു എന്നുള്ളതാണ് നേതാക്കൾക്കിടയിലുള്ള പൊതുവികാരം. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ അതിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ അവരെ എവിടെ ഉൾക്കൊള്ളിക്കാം എന്നതിനെ സംബന്ധിച്ചും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇപ്പോൾ KC വേണുഗോപാലുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് ദീപ്തി മേരി വർഗീസ്. അതുകൊണ്ട് തന്നെ KC വിഭാഗത്തിന് വലിയ രീതിയിൽ തഴയപ്പെട്ടു ഈ കൊച്ചിയിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ നിന്ന് എന്നുള്ളത് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും? ഇപ്പോൾ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ ഇടപെടേണ്ട എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ AICCയുടെ തീരുമാനം. എന്നാൽ ഇങ്ങനെ ഒരു പരാതി ചെന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇനി അതിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ DCCയിൽ ഭിന്നത രൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ക്രിസ്റ്റീന. ഈ ജില്ലാ പഞ്ചായത്തിലും സമാനമായ രീതിയിൽ ഒരു ഗ്രൂപ്പിസം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ചേർന്നിട്ടുള്ള കോർ കമ്മിറ്റിയിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് ഈ ഭിന്നത ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുന്നത്. ഒരു മിന്നും ജയം ഉണ്ടായിരിക്കുന്നു എറണാകുളത്ത്, പക്ഷേ അതിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന രൂക്ഷമായിട്ടുള്ള ഈ ഭിന്നത കാണിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.